വേറെ ആരും ഇല്ലെങ്കിലും ഓക്കെ. ഇന്നലെ പഠിപ്പിച്ചത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. അതില് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ 3 കാര്യങ്ങൾ ഇന്നലെ പഠിപ്പിച്ചേ. ഇന്നലെ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലോ. അതിന്റെ ബാലൻസ് ആയിട്ടാണ് ഇന്ന് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 84 എടുക്കാമോ? ടെസ്റ്റിലാണോ? കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. ടെസ്റ്റിലാണോ? 84. ആ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ആയിരുന്നു. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്ടറി ആയിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ട്രേഡിംഗ് യൂണിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമുക്ക് പ്രോഫിറ്റ് ആണ്, നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ വരുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മുടെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് കറന്റ് നമ്മുടെ ബിസിനസ് ഏത് രീതിയിലാണ് റൺ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിലൊരു പ്രോബ്ലം ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഈ ഇല്ലസ്ട്രേഷൻ 4 ഏതാണ് അതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അതില് നമുക്ക് തന്നിരിക്കുന്നത് ട്രയൽ ബാലൻസ് ആണ്. അത് മോസസ് വിക്രം ബ്രദേഴ്സിന്റെ
ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ഈ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമ്മളോട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ട്രയൽ ബാലൻസ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന ചാപ്റ്റർ പേജ് കിട്ടിയില്ല 84 ടെസ്റ്റില് അതല്ലല്ലോ നമ്പർ 2 ഇല്ലേ ടെക്സ്റ്റ് നമ്പർ 2 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് തന്നിട്ട് എടുത്തോ. ഡെബിറ്റ് സൈഡും സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്ത ലെഡ്ജർ ഇത് രണ്ട് സൈഡ് നമുക്ക് ടാലിയായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചില്ലേ ലെക്ചർ വീണ്ടും റീചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും എററൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല്. അപ്പൊ ഈ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും എററൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ റീചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ട്രയൽ ബാലൻസ് രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ ട്രയൽ ബാലൻസ് കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിലെ ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കണം. അതായത് ഇപ്പൊ ഇതില് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, മോട്ടോർ കാർ ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, ലീഗൽ ചാർജസ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെസ്റ്റ്മെന്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസ് ഓരോന്നും നമ്മൾ നോക്കണം. എന്നിട്ട് ഈ ഐറ്റംസ് ഏതൊക്കെ അക്കൗണ്ടിലാ വരുന്നതെന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് നമുക്ക് അസറ്റ് ആണ് അല്ലെ? അപ്പൊ നമ്മളിത് എവിടെ കാണിക്കും? അസറ്റുകളും ലയബിലിറ്റീസ് ഒക്കെ നമുക്ക് വരുന്നത് ബാലൻസ് ഷീറ്റിലാണ്. അപ്പം ബാലൻസ് ഷീറ്റില് നമ്മൾ അസറ്റ് സൈഡിലാണ് ക്യാഷ് ഇൻ ഹാൻഡ് കാണിക്കുന്നത്. അപ്പൊ ജസ്റ്റ് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡ് അപ്പൊ BA എന്നോ അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് പോസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാകും. ഐറ്റം കണ്ടിട്ട് നമുക്ക് വേഗം പോസ്റ്റ് ചെയ്ത് അക്കൗണ്ട് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. ദെൻ മോട്ടോർ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ലോങ് ടൈം അസറ്റ് ആണ് അല്ലേ? അപ്പൊ അതും എന്താണ് അസറ്റ് ആണ്. അപ്പൊ അതും എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഡ്രോയിങ്സ് എന്താണെന്ന് അറിയാമോ? അത് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബിസിനസിന്റെ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഓണർ അയാളുടെ സ്വന്തം പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഡ്രോയിങ്സ്. അത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് പഠിക്കും. ദെൻ ഡ്രോയിങ്സ് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് ഡ്രോയിങ്സ് കാണിക്കുന്നത്. ദെൻ പിന്നെ വരുന്നത് ലീഗൽ ചാർജസ് ആണ്. ലീഗൽ ചാർജസ് അതുപോലെ സാലറി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അതായത് ഓഫീസ്, അഡ്മിനിസ്ട്രേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡ് ഇൻകവും ആണ്. അപ്പൊ നമ്മൾ നോക്കുക ലീഗൽ ചാർജസ് നമ്മൾ അങ്ങോട്ട് പേ ചെയ്യുന്നത്. അപ്പൊ നമുക്കതൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ ജസ്റ്റ് അവിടെ നിന്ന് നോട്ട് ചെയ്യുക. P&L എക്സ്പെൻസ് സൈഡ് അതായത് ഡെബിറ്റ് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്കറിയാം ഒരു അസറ്റ് ആണ്. അപ്പൊ അതെന്താണ്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കാം.
ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എന്താ അസറ്റ് ആണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ്, അപ്പൊ അത് നമുക്ക് അസറ്റ് ആണ്, അതും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ്സ് ആയിരുന്നു കാണിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ്, നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടില് കാണിക്കണം ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡില്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കേണ്ടത്. അത് നോട്ട് ചെയ്ത് വെച്ചോളുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ്, അപ്പൊ ടി അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളുക. ദെൻ സെയിൽസ് റിട്ടേൺ എന്താണ്, നമ്മുടെ സെയിൽസിൽ നിന്ന് കുറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അത് എവിടെയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസ് കാണിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പൊ ആ സെയിൽസിൽ നിന്ന് കുറച്ചാണ് സെയിൽസ് റിട്ടേൺ കാണിക്കേണ്ടത്. സാലറീസ് എന്താണ്, നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. അതൊരു എക്സ്പെൻസ് ആണ്, നമ്മൾ അങ്ങോട്ട് പേ ചെയ്യുന്നതായതുകൊണ്ട് സാലറീസ് എന്താണ്, എക്സ്പെൻസ് ആയിട്ട് P&Lന്റെ എക്സ്പെൻസ് ആയിട്ടില്ല, അതായത് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ ഡിസ്കൗണ്ട് നമ്മൾ അങ്ങോട്ട് അലോ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ്, എക്സ്പെൻസ് ആണ്, നമുക്ക് നമ്മുടെ കിട്ടാനുള്ള ഇൻകം കുറഞ്ഞു പോകുന്നതാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, P&Lന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ക്യാരേജ് ഇൻവേർഡ് എന്ന് വെച്ചാൽ എന്താ അറിയോ? അതായത് നമ്മളിങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ കയറ്റുകൂലി ഒക്കെ കൊടുക്കില്ലേ, അതാണ് ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എക്സ്പെൻസിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. കാരണം പർച്ചേസ്, സെയിൽ ഇതെല്ലാം ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. വേജസ് നമ്മൾ എന്താണ്, ഫാക്ടറിയിലുള്ളവർക്ക് കൂലിയായിട്ടാണ് കൊടുക്കുന്നത്, സാലറി ആയിട്ടല്ല കൊടുക്കുന്നത്. ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് എവിടെ കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം, എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ദെൻ പോസ്റ്റേജ് ഒക്കെ എന്താണ്, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതെല്ലാം P&L കാണിക്കണം, അത് ഡെബിറ്റ് സൈഡില്. ദെൻ ഡെപ്റ്റേഴ്സ് എന്താണ്, നമുക്ക് ക്യാഷ് തരാനുള്ളവരാണ് അല്ലെ ഡെപ്റ്റേഴ്സ്. അപ്പൊ നമുക്കതൊരു അസറ്റ് ആണ്, നമുക്ക് കിട്ടാനുള്ളതാണ് ക്യാഷ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ് കാണിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് വരുന്നതെങ്കിൽ അതെന്താണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ്. ഇന്ന് നേരെ വെച്ച് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നെങ്കിലോ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആണ്. അത് ഡെബിറ്റ് സൈഡിൽ വന്നേക്കുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് പെയ്ഡ് എവിടെ വരണം, P&Lല് എക്സ്പെൻസ് സൈഡിൽ വരണം. ദെൻ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അങ്ങോട്ട് അടയ്ക്കുന്നതാണ്, അതുകൊണ്ട് എന്താണ്, എക്സ്പെൻസ് ആണ്, അത് P&Lന്റെ എക്സ്പെൻസ് സൈഡിൽ കാണിക്കാം. ദെൻ പർച്ചേസസ് നമ്മൾ പറഞ്ഞു എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഫാക്ടറി ആയിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ട്രേഡിംഗ് യൂണിറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രൊപ്പറേറ്റേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ്, നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് കിട്ടിയതാണ്. അപ്പൊ അതെന്ത് ചെയ്യണം, P&Lന്റെ ഇൻകം സൈഡിൽ അതായത് ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് കാണിക്കാം. നെക്സ്റ്റ് സെയിൽസ് ട്രേഡിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം ആയതുകൊണ്ട് തന്നെ അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്താണ്, അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ളതാണ് ക്രെഡിറ്റേഴ്സ്. അപ്പൊ നമുക്ക് ബാധ്യത അല്ലെങ്കിൽ ലയബിലിറ്റി ആണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം ക്രെഡിറ്റേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ ഇൻട്രസ്റ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഇൻകം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കാം. പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിലെ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ച് കാണിക്കണം. ബിൽസ് പേയബിൾ എന്താണ്, നമുക്ക് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ, നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് അല്ലേ.
അപ്പൊ ബിൽസ് പേയബിൾ എന്താണ്? നമുക്ക് ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം ബിൽസ് പേയബിൾ. ഇത്ര ഐറ്റംസ് മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് ഇത് കുറെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരും. നമുക്ക് ക്ലോസ് സ്റ്റോക്ക് ഇതിന്റെ അകത്തൊരു സെപ്പറേറ്റ് പോയിന്റ് ആയിട്ടായിരിക്കും തന്നേക്കുന്നത്. നമുക്ക് ക്ലോസ് സ്റ്റോക്ക് ആസ് 31 മാർച്ച് 2014 ₹28,000. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തരുള്ളൂ. ഒരിക്കലും ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തരില്ല. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തരും. പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 84. അക്കൗണ്ടൻസ് 1 അല്ലേ? ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തരുന്ന എൻട്രീസിന് അല്ലെങ്കിൽ ഇങ്ങനെ തരുന്ന പോയിന്റുകൾ നമുക്ക് 2 എഫക്റ്റ് ആണുള്ളത്. അത് നമുക്ക് 2 അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും. ഇപ്പൊ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലും കാണിക്കണം, ഒന്ന് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. അപ്പൊ നമുക്ക് ക്ലോസ് സ്റ്റോക്ക് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കണം ക്ലോസ് സ്റ്റോക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് നോട്ട് ഒന്ന് എടുക്കുമോ? നോട്ട് എഴുതിയെടുക്കാമോ? ഇനി തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ ഇതിന്റെ പെർഫോമി ഒക്കെ കിടപ്പുണ്ടായപ്പോ ഇതിനകത്ത് കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കോണേ, കാരണം കൂടുതൽ ഐറ്റംസ് ഒക്കെ വരും. നോട്ട് എടുത്തോ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫോർമാറ്റ് ഇതാണ്: പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഒന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ആണ്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഹെഡിങ് എഴുതണം ട്രേഡിംഗ് അക്കൗണ്ട്. ഇപ്പൊ ഏത് ട്രേഡിംഗ് അക്കൗണ്ട് ഏത് കമ്പനിയുടെ ആണ് അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷന്റെ ആണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രേഡിംഗ് അക്കൗണ്ട് ഏതാണ്? മോസസ് വിക്രം ബ്രദേഴ്സിന്റെ ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഓൺ മോസസ് വിക്രം ബ്രദേഴ്സ് എഴുതുക. ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2014 എഴുതുക. ഏത് കമ്പനിയുടെ ആണോ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആ കമ്പനിയുടെ പേര് കൊടുക്കുക. ദെൻ ഏത് ഇയർ എൻഡിങ്ങിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ്, എൻഡിങ് ഡേറ്റ് ഏതാന്ന് വെച്ചാൽ അതും കൊടുക്കുക. ഏപ്രിലൊന്നാണോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹലോ, ഏപ്രിലൊന്നാണോ സ്റ്റാർട്ടിംഗ് ഡേറ്റ്? ഏപ്രിൽ 1 സ്റ്റാർട്ടിംഗ് ഡേറ്റ്. എന്നിട്ട് ആ ഫോർമാറ്റ് എന്ന് വരച്ചോളുക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, വരച്ചോ? ഓക്കെ. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപടി എടുത്ത് എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക് അതിന്റെ നേരെ എമൗണ്ടിന്റെ കോളത്തിൽ എമൗണ്ട് എഴുതുക 35,000. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കൈകൊണ്ട് തന്നെ കൂട്ടണം. മാനുവൽ അക്കൗണ്ടിങ് മാത്രമേ പറ്റുള്ളൂ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ നെക്സ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം വരുന്നത് ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് എഴുതേണ്ടത്. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പർച്ചേസിന്റെ ഒപ്പം പർച്ചേസ് റിട്ടേൺ കൂടി ഉണ്ട്. അപ്പൊ പർച്ചേസ് എന്ന് എഴുതിയിട്ട്
അതിന്റെ ഇന്നർ കോളത്തിൽ തന്നെ എന്ത് ചെയ്യണം, പർച്ചേസിന്റെ എമൗണ്ട് കാണിക്കാം. കാരണം പർച്ചേസ് റിട്ടേൺ ഉള്ളത് കൊണ്ട് പർച്ചേസിന് പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് ഔട്ടർ കോളത്തിലേക്ക് എഴുതിയാൽ മതി. അതുകൊണ്ട് പർച്ചേസിന്റെ നേരെ ഇന്നർ കോളത്തിൽ തന്നെ പർച്ചേസിന്റെ എമൗണ്ട് 80,000 കാണിക്കാം. ദെൻ അതിന്റെ തൊട്ട് താഴെ ലെസ് പർച്ചേസ് റിട്ടേൺ എഴുതുക. എന്നിട്ട് പർച്ചേസ് റിട്ടേണിന്റെ എമൗണ്ട് നോക്കിക്കോണം. ട്രയൽ ബാലൻസിൽ അത് എവിടെ കിടക്കണേന്നും കൂടെ നോക്കിക്കോണം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ഐറ്റം ജസ്റ്റ് ടിക്ക് ചെയ്ത് പോവുക. എന്നാലാണ് നമുക്ക് ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യുക. നമ്മൾ ഓരോ ഐറ്റം ഏതൊക്കെ അക്കൗണ്ടിലാണ് വരുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഐറ്റം ഒക്കെ ജസ്റ്റ് ടിക്ക് ചെയ്ത് വിടുക. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഐറ്റം വിട്ടുപോകും. ദെൻ അതിന് ശേഷം അതൊന്ന് മൈനസ് ചെയ്യാം. 80,000 3,800 കുറച്ചിട്ടുള്ള എമൗണ്ട് ജസ്റ്റ് എഴുതുക. 26,200 എമൗണ്ടിന്റെ കോളത്തിൽ എഴുതുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഐറ്റം നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുക. പിന്നെ വരുന്നത് വേജസ് ആണ്. വേജസ് കാണിക്കുക. എത്രയാണ്? 21,000 കാണിക്കാം. നിങ്ങൾ ട്രയൽ ബാലൻസ് മാത്രം നോക്കുക. ആൻസർ ഷീറ്റ് നോക്കരുത്. ട്രയൽ ബാലൻസ് മാത്രം നോക്കി ചെയ്യാം. എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന ഐറ്റം ക്യാരേജ് ഇൻവേർഡ് ആണ്. വേജസ് കഴിഞ്ഞ് ക്യാരേജ് ഇൻവേർഡ്. ചിലപ്പോൾ ഇത് ഫ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞു തരും. ക്യാരേജ് ഇൻവേർഡ് എന്ന് തന്നെ തരണമെന്നില്ല കേട്ടോ. ക്യാരേജ് ഇൻവേർഡ് കാണിക്കാം 1,800. അപ്പൊ ഇത്രയാണ് നമുക്ക് ക്യാരേജ് ഫ്രൈറ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്ന സൈഡ് ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെയിൽസ്. 2,30,000 ഇന്നർ കോളത്തിൽ തന്നെ എഴുതുക. കാരണം നമുക്ക് സെയിൽസ് റിട്ടേൺ വരുന്നുണ്ട്. അത് കുറയ്ക്കാനുള്ളത് കൊണ്ട് സെയിൽസിന്റെ നേരെ ഇന്നർ കോളത്തില് 2,30,000 എഴുതുക. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക. സെയിൽസ് റിട്ടേൺ എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 2,500. 2,500 കുറയ്ക്കുക. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. 2,27,500 എന്ത് ചെയ്യാം? ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്ന ഐറ്റാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്നാണ് അതിന് പറയുന്നത്. ആ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി തന്നിരിക്കുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് 28,000. ഇത്ര എഴുതിയതിനു ശേഷം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യുക. ഡെബിറ്റ് സൈഡും ബാലൻസ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യുക. $1,33,000. 1,34,000 അല്ലേ കിട്ടിയത്? അതെ. അത് ഡെബിറ്റ് സൈഡ്. ഇനി ക്രെഡിറ്റ് സൈഡ് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിക്കേ. 2,55,500. 2,50,000. ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവും അല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്? അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് കുറയ്ക്കുക. ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്ന എമൗണ്ട് കുറയ്ക്കുക.
അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ നമുക്ക് ഗ്രോസ് ലോസ് ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്തോണ്ടാണ് മനസ്സിലാവാത്തെ. അപ്പൊ നമ്മള് എന്നിട്ട് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ആ ഡിഫറൻസ് കിട്ടിയ എമൗണ്ടിനെ നമ്മള് ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണിക്കുക. ഗ്രോസ് പ്രോഫിറ്റും 1,21,500 അത് കാണിക്കുക. എന്നിട്ട് ആ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അതായത് 2,50,000 55,500 തന്നെ ഡെബിറ്റ് സൈഡും കാണിക്കുക. പ്രോഫിറ്റ് ആണ്. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ? ഷിൻഡോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് വളരെ എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നത്. ഇപ്പം രണ്ട് സൈഡും സ്റ്റേറ്റ്മെന്റ് എന്തായാലും എക്സാമിന് ചോദിക്കും. 2,55,500 കിട്ടി രണ്ട് സൈഡും കിട്ടിയില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്തോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെയായിട്ട് വരാം? ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, പേജ് നമ്പർ 84 കിടക്കുന്ന ഇലിസ്ട്രേഷൻ 4 കിടക്കുന്നില്ലേ, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സെയിം തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചോദിക്കില്ല. അക്കൗണ്ടൻസിക്ക് എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുള്ളൂ. പിന്നെ വരുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ജസ്റ്റ് അതിന് ഹെഡിങ് കൊടുക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ്. ഏതാണോ കമ്പനി, ആ കമ്പനിയുടെ പേര് കൊടുക്കാം. മോഴ്സസ് വിക്രം ബ്രദേഴ്സ് അത് കൊടുക്കുക. ദെൻ ഫോർ ദി ഇയർ എൻഡ് 31 മാർച്ച് 2014. ആ പോയിന്റിനൊക്കെ മാർക്ക് ഉള്ളതാട്ടോ. കാരണം നമ്മളെ വരയ്ക്കുന്ന അക്കൗണ്ട് ഏതാണ്, ഏത് കമ്പനിയുടെ അക്കൗണ്ട് ആണ്, ഏത് ഇയർ എൻഡ് ഏത് ഡേറ്റ് ആണ്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ആ ഫോർമാറ്റ് വരയ്ക്കാം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ആണ്. അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ടെക്സ്റ്റ് കിടക്കണില്ല. റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്, അതായത് ഇൻകം സൈഡ്, ഇത് എക്സ്പെൻസ്. ഓക്കെ, വരച്ചോ? ഓക്കെ. ഷിൻഡോയ്ക്കും സീനയ്ക്കും വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? വരച്ചു. ഓക്കെ. ഇനി നമ്മള് ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് ആയിരുന്നു. ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഡെബിറ്റ് സൈഡിലാണ് ട്രേഡിംഗ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് 1,21,500. ആ 1,21,500. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞ് കാണിക്കുക.
ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നമ്മളവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതൊക്കെ ഐറ്റംസാ വരുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതെല്ലാം എടുത്ത അതാത് സ്ഥാനത്തേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതായത് നമ്മൾ ഇത് നോക്കുമ്പോൾ നമുക്ക് വരുന്നത് സാലറീസ്. അതിനു മുമ്പ് ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഐറ്റംസ് എടുത്ത് പോസ്റ്റ് ചെയ്യാട്ടെ. ഇപ്പൊ ലീഗൽ ചാർജസ് വരും. അതിനു മുമ്പേ വരുന്ന ഒരു ഐറ്റമാണ് ലീഗൽ ചാർജസ്. ലീഗൽ ചാർജസ് ഒക്കെ ഇടയ്ക്കെടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഐറ്റംസ് എല്ലാം വന്നാൽ മതി. ദെൻ സാലറീസ് 12,000 കാണിക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്ന ഐറ്റം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐറ്റം കാണിക്കാം. ഇതിൽ ഇൻഷുറൻസ് പ്രീമിയം കാണിച്ചിരിക്കുന്നത് അത് കാണിക്കാം 1,200. പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ജസ്റ്റ് ടിക്ക് ചെയ്ത് പോകണം. ടെക്സ്റ്റ് നോക്കണ്ട, ജസ്റ്റ് ടിക്ക് ചെയ്ത് പോക്കോളൂ. ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് കാണിക്കാം. നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ് പോസ്റ്റേജ്. പോസ്റ്റേജ് കാണിക്കുക 400. നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രസ്റ്റ് 1,500. പിന്നെ വരുന്ന ഐറ്റം ആണ് ലീഗൽ ചാർജസ്. അതും 1,500. ഇത്രയും കാണിച്ചതിന് ശേഷം നമുക്ക് നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവുക. ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഐറ്റം ഡിസ്കൗണ്ട് റിസീവ്ഡ് കാണിക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് 2,000 കാണിക്കുക ക്രെഡിറ്റ് സൈഡില്. എനിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻസസും ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്ക് ഇൻകം ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് കാണിക്കുക. ദെൻ പിന്നെ വരുന്ന ഐറ്റം ആണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കുക 5,200. ഓക്കെ, ഇനി അതൊന്ന് ബാലൻസ് ചെയ്യാം. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കരുത്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഉണ്ടാവില്ല. അതുകൊണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ മാനുവലായിട്ട് തന്നെ കൂട്ടുക. പതിനേഴ് 17,200. ക്രെഡിറ്റ് സൈഡിൽ 1,28,700. ഇനി 1,28,700 17,200 കുറയ്ക്കാം. സീനയ്ക്ക് ഷിൻഡോയ്ക്ക് കിട്ടുന്നുണ്ടോ? ഏത് മിസ്സേ കുറയ്ക്കണ്ടേ? ഇപ്പൊ 17,200 ഏത് കുറയ്ക്കണ്ടേന്ന്? നമുക്ക് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് എത്ര കിട്ടിയത്? 17,200. അതെ, ക്രെഡിറ്റ് സൈഡ് കൂട്ടിയോ? ഇല്ല. ക്രെഡിറ്റ് സൈഡ് കൂട്ട്. ആ അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 1,11,500 അത് എന്താ സംഭവം? എന്താ 1,11,500 കിട്ടി ബാലൻസ്. ഓക്കെ, ഈ 1,15 സീനയ്ക്ക് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. ക്രെഡിറ്റ് സൈഡ് കൂട്ടിയോ? ആ കൂട്ടി.
1,28,700 കിട്ടിയോ? കിട്ടി. ഓക്കെ. ഇപ്പൊ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവും അല്ലേ? ആ അപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡ് ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡ് കുറയ്ക്കുക. അതായത് 1,28,700 17,200 കുറയ്ക്കുക. ആ ആ കിട്ടി. 1,11,500. അപ്പൊ 1,11. ഓക്കെ, അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. കാരണം ഡെബിറ്റ് സൈഡാണ് കുറവ്. അപ്പൊ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ എല്ലാവരുടെ ശരിക്കും 1,11,500 കാണിക്കുക. എവിടെയാണ് കുറവ് അവിടെയും പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. 1,11,500 കാണിക്കുക. അത് അതിന്റെ നേരെ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കാണിക്കുക. നെറ്റ് പ്രോഫിറ്റ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ കിട്ടുന്ന ബാലൻസ്, അത് നമ്മൾ കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെന്നുണ്ടെങ്കിൽ അന്നേരം അത് തമ്മിലുള്ള വ്യത്യാസം, ആ ഡിഫറൻസ് കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ് ലോസ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞുകൊണ്ട് 1,11,500 കാണിക്കാം. കിട്ടിയോ? നോക്കണുള്ളൂ. എവിടെയെല്ലാം ഡൗട്ട് ഉണ്ടോ? എന്നിട്ട് ഈ കൂട്ടി ഇതിന്റെ സൈഡ് ബാലൻസ് 1,28,700 തന്നെ ഡെബിറ്റ് സൈഡും ആക്കുക. 1,11,500 17,200 കൂടെ കൂട്ടിയിട്ട് 1,28,700 തന്നെ ഡെബിറ്റ് സൈഡിലെ ബാലൻസും ആക്കുക. ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഉള്ളത്. ഇത് രണ്ടും മനസ്സിലായോ? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ബാലൻസ് ഷീറ്റ്. ഹെഡിങ് കൊടുക്കാം. ബാലൻസ് ഷീറ്റ് ഏത് കമ്പനിയുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഴ്സസ് വിക്രം ബ്രദേഴ്സ് കൊടുക്കുക. പിന്നെ ആസ് ഓൺ 31st March 2014 അല്ലെങ്കിൽ ഫോർ ദി ഇയർ എൻഡഡ് 31st March 2014 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫോർമാറ്റില് ഡെബിറ്റ് സൈഡ് ലയബിലിറ്റീസ്, ദെൻ എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ് അസറ്റ്, എമൗണ്ട്, ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. വരച്ചോ? ഓക്കെ, ഇനി നമുക്ക് ആദ്യം അസറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യാം. അസറ്റ് സൈഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്ന് ലിക്വിഡിറ്റി ഓർഡറും ഉണ്ട്, ഒന്ന് പെർമനൻസി ഓർഡറും ഉണ്ട്. രണ്ട് ഓർഡറിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്.
അതിന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെ ക്യാഷ് ആയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ നമ്മൾ ആദ്യമായിട്ട് കാണിച്ച് താഴേക്ക് ഫിക്സഡ് അസറ്റുകൾ വരുന്നതാണ് നമുക്ക് ലിക്വിഡൻസി ഓർഡർ എന്ന് പറയുന്നത്. പെർമനൻസി ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ആയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ലോങ് ടൈമിലേക്ക് ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം കാണിക്കുന്നതാണ് പെർമനൻസി ഓർഡർ എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഒരു പ്രത്യേകം എടുത്ത് പറയുകയാണ്, ലിക്വിഡിറ്റി ഓർഡർ അല്ലെങ്കിൽ പെർമനൻസി ഓർഡർ എന്ന് പറയുവാണെങ്കിൽ ആ ഓർഡറിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പം ജസ്റ്റ് ആ ഓർഡർ ഏതാണെന്ന് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ഓർഡർ 79 പേജ് നമ്പർ 79 ലിക്വിഡിറ്റി ഓർഡറും നെക്സ്റ്റ് 80 പെർമനൻസി ഓർഡറിന്റെ ആ ഒരു മെത്തേഡും കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ ഏതാന്ന് ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. ആ ഓർഡറിൽ ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ലിക്വിഡിറ്റി ഓർഡറിലാണ്. അതായത് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ നമ്മൾ ആദ്യം കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ലൈറ്റീസും അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് തന്നെയാണ്. ഫസ്റ്റ് ആയിട്ട് നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ ആദ്യത്തെ ഐറ്റം നമുക്ക് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പൊ നേരെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് കാണിക്കാം. അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് എമൗണ്ട് കാണിക്കുക 500. ക്യാഷ് ഇൻ ഹാൻഡ് കാണിക്കുമ്പോ ഏത് ഓർഡർ ആണ്? അത് ലിക്വിഡിറ്റി ഓർഡർ ആണ്. അതായത് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് ഇപ്പൊ ക്യാഷിന് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓൾറെഡി നമ്മൾ ഈ കയ്യിലിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ്. നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഐറ്റം ഒക്കെ ടിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ് ഡെപ്റ്റേഴ്സ്. നമുക്കിപ്പോ എന്തെങ്കിലും എമർജൻസി ക്യാഷിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെപ്റ്റേഴ്സിനോട് പറയാം ക്യാഷിന്റെ ആവശ്യമുണ്ട്, ക്യാഷ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഐറ്റം ഡെപ്റ്റേഴ്സ് 60,000 കാണിക്കുക. സീന കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ആവോ പിന്നെ നമുക്ക് വരുന്ന ഒരു അടുത്ത ഐറ്റം ആണ്. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി തന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രി തന്നിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഇനി അത് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യണം. അതായത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രിക്ക് 2 എഫക്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നേരെ എവിടെ പോസ്റ്റ് ചെയ്യുക? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കുക. നെക്സ്റ്റ് ഐറ്റം ക്ലോസ് സ്റ്റോക്ക്. സ്റ്റോക്ക് ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നെക്സ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്. എമൗണ്ട് 28,000 കാണിക്കാം. പിന്നെ നമുക്ക് വരുന്ന ഐറ്റം ആണ് ഇൻവെസ്റ്റ്മെന്റ്. 28,000 അവിടെ കാണുന്നില്ലല്ലോ. അത് നമുക്ക് അഡ്ജസ്റ്റ് എൻട്രി ഏതാണ് തന്നിരിക്കുന്നത്? ട്രയൽ ബാലൻസിന്റെ ഉള്ളിലില്ല, ട്രയൽ ബാലൻസിന്റെ പുറത്താണ് തന്നിരിക്കുന്നത്. ഒരു പോയിന്റ് ആയിട്ട് മുകളിൽ കണ്ടോ? 85 പേജ് 85 ഏറ്റവും മുകളിൽ ടോപ്പിക് കണ്ടോ? ക്ലോസ് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം ഇൻവെസ്റ്റ്മെന്റ്. 40,000 കാണിക്കാം. നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് താമസമുള്ള അസറ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ. നമ്മൾ ലോങ് ടൈമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ക്യാഷ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. എന്റെ ഇൻവെസ്റ്റ്മെന്റ് 40,000. പിന്നെ നെക്സ്റ്റ് വരുന്നത് മോട്ടോർ കാർ. നമുക്കറിയാം മോട്ടോർ കാറും നമുക്ക് കുറെ വർഷങ്ങൾക്ക് വേണ്ടി നമ്മൾ മേടിച്ചിട്ടിരിക്കുന്ന സാധനമായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ്, അതും അസറ്റ് ആണ്, അതും കാണിക്കാം. ഇൻവെസ്റ്റ്മെന്റിന്റെ തൊട്ട് താഴെ മോട്ടോർ കാർ കാണിക്കാം 25,000. നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി.
ഇതൊക്കെ ഫിക്സഡ് അസറ്റ് ആണ്. മോട്ടോർ കാർ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ ഫിക്സഡ് അസറ്റ് ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 60,000 കാണിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ അസറ്റ് സൈഡുകൾ വരുന്നത്. ഇതിൽ ഓരോ അസറ്റ് ഏത് തരത്തിലുള്ള അസറ്റാന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. അതിൽ കാണിച്ചിട്ടുണ്ട് ഫിക്സഡ് അസറ്റ്, കറന്റ് അസറ്റ്, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ വരുന്നത് ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ബിൽസ് പേയബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യം പേ ചെയ്യാൻ പറ്റുന്നത് ബിൽസ് പേയബിൾ ആണ്. ഇപ്പൊ ബിൽസ് പേയബിൾ കാണിക്കുക. ലയബിലിറ്റി സൈഡ് ആദ്യം 34,000. ഒരു സെക്കൻഡ്. നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് നമുക്കിപ്പോ പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാൻ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്രെഡിറ്റേഴ്സ്. എമൗണ്ട് 46,000 കാണിക്കാം. പിന്നെ വരുന്ന ഐറ്റമാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്താന്ന് ഞാൻ പറഞ്ഞു. പ്രൊപ്രൈറ്റേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ മൂലധനമാണ് എന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമുക്ക് ബാധ്യതയാണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയാണ്. സോ ക്യാപിറ്റൽ 70,000 കാണിക്കാം. അതും ഇന്നർ കോളത്തിൽ കാണിക്കണം, കാരണം ക്യാപിറ്റലിന് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നർ കോളത്തിൽ 70,000 കാണിക്കാം. അതിന്റെ കൂടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കാണിക്കാൻ പറഞ്ഞു. 1,11,500 നമുക്ക് കിട്ടി നെറ്റ് പ്രോഫിറ്റ് അല്ലേ. ആ നെറ്റ് പ്രോഫിറ്റ് ഈ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുക. 70,000 കൂടെ ആഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് കാണിച്ചിട്ട് അതിന്റെ നേരെ 1,11,500 കാണിക്കുക. അത് ഇന്നർ കോളത്തിൽ തന്നെ കാണിക്കണം. എന്നിട്ട് അത് ആഡ് ചെയ്ത് തൊട്ട് താഴെ എഴുതുക 70,000 പ്ലസ് 1,11,500 കാണിക്കാം. 1,81,500. 1,81,500. പിന്നെ നമുക്ക് ട്രയൽ ബാലൻസിൽ ഒരു ഐറ്റം തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നിട്ടുണ്ട്. അത് ഈ ഇപ്പൊ ക്യാപിറ്റലിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത എമൗണ്ടിൽ നിന്നും ഈ ഡ്രോയിങ്സ് കുറച്ച് കാണിക്കാം. കാരണം എന്താണ്, പ്രൊപ്പറേറ്റർ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാപിറ്റലിൽ നിന്ന് എടുത്ത എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് എടുത്ത എമൗണ്ട് ആണ് എന്ത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യാം, ഈ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത എമൗണ്ടിൽ നിന്നും കുറച്ച് കാണിക്കുക. അപ്പൊ ലെസ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് 48,000 കാണിക്കുക. ഈ 1,81,500 40,000 കുറച്ചിട്ടുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിൽ കാണിക്കാം. 1,33,500 കാണിക്കാം. 1,81,500 അതിൽ നിന്ന് ലെസ് ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ട് അതിന്റെ നേരെ 40,000 കാണിക്കാം. അതിൽ നിന്ന് 40,000 കുറച്ചിട്ട് 1,81,500 40,000 കുറച്ചിട്ട് 1,33,500 കാണിക്കാം. ഇനി ഈ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക. രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണ് കിട്ടണേന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ എഴുതുമ്പോ ഒരു 0 ഒക്കെ വിട്ടുപോയി ബാലൻസ് ഷീറ്റ് എപ്പോഴും രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടണം. ഈക്വൽ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്തതിൽ എവിടെയും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റം വിട്ടുപോയിട്ടുണ്ടാവാം നമ്മൾ എടുത്ത്. അതാണ് ഞാൻ പറഞ്ഞ ഓരോ ഐറ്റം എടുക്കുമ്പോൾ അതെല്ലാം ടിക്ക് ചെയ്ത് പോകണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് രണ്ട് ബാലൻസ് ചെയ്ത് നോക്കുക. രണ്ട് സൈഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ടാലി ആയെന്നാണ് അർത്ഥം. അത് കറക്റ്റ് ആണെന്നാണ്. ഇനിയിപ്പോ നിങ്ങൾ എക്സാമിന് പ്രോബ്ലം ചെയ്യുമ്പോഴും
ഈ ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡ് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയിട്ട് കിട്ടണം. ഈക്വൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം കറക്റ്റ് ആണെന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നെറ്റ് പ്രോഫിറ്റോ ഗ്രോസ് പ്രോഫിറ്റോ ഏതോ ഒന്ന് തെറ്റാണ്. രണ്ട് 2,13,500. 2,13,500. രണ്ട് സ്ഥലത്തും അങ്ങനെ രണ്ട് സ്ഥലത്ത് തന്നെ കിട്ടിയില്ലേ? കിട്ടി. ഹിൻഡോയ്ക്ക് കിട്ടിയോ? ആ കിട്ടി. ഈ ചെയ്തതിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും കൂട്ടതോ കുറച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐറ്റോ അങ്ങനെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇപ്പൊ തന്നെ ചോദിച്ചോ. കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിലിപ്പോ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എങ്ങനെ പോകണം എന്ന് മാത്രമാണ് ഒരു ഡൗട്ട് ഉള്ളൂ. എങ്ങനെ പോകണം? ഈ ഐറ്റം എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടതെന്നാണോ? ചെയ്യേണ്ടതെന്ന് മാത്രം ഒരു ചെറിയൊരു ഡൗട്ട് ഉള്ളൂ. ഐറ്റം പോസ്റ്റ് ചെയ്യേണ്ട ഡൗട്ടാണോ? അതെ അതെ. അതായത് നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ അതായത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പെർഫോമ നമുക്ക് തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ കിടപ്പുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ ഐറ്റം വരുന്നതെന്ന് അതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് എടുത്തൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമുക്കറിയാം നമ്മൾ ഫാക്ടറി ആയിട്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് യൂണിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ഇപ്പൊ സ്റ്റോക്ക് നമ്മൾ ഫാക്ടറിയിലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന ഫാക്ടറിയിലാണ്. അവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കേണ്ടത് അവിടെ തന്നെയാണ്. അതുപോലെ നമുക്കറിയാം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ട് ചെല്ലേണ്ടതും എങ്ങോട്ടാണ്? ഫാക്ടറിയിലേക്കാണ്. അതുപോലെ തന്നെ ഫാക്ടറിയിലുള്ള ലേബേഴ്സിനാണ് നമ്മൾ വേജസ് കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് എന്താണ്? സാലറിയാണ് കൊടുക്കുന്നത് അല്ലെ? പിന്നെ ക്യാരേജ് ഇൻവേർഡ് നമ്മളെന്താണ്? ഇറക്കുകൂലി കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത് സാധനം കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് സാധനം ഇറക്കണേന് നമ്മൾ ഇറക്കുകൂലി കൊടുക്കണ്ടേ? അപ്പൊ അത് എന്താണ്? ക്യാരേജ് ഇൻവേർഡ് ആണ്. അങ്ങനെ നമ്മൾ എല്ലാ ഫാക്ടറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് യൂണിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ സെയിൽസ്, അത് നമുക്കറിയാം ഫാക്ടറിയിലാണ് സെയിൽസ് നടക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ നമുക്ക് തിരിച്ചു വരുന്ന ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഡാമേജ് ഉള്ള സാധനം നമുക്ക് തിരിച്ചു വരും. അപ്പൊ നമ്മൾ ആ സെയിൽസിന് സെയിൽസ് റിട്ടേൺ കുറച്ചാണ്. കാരണം നമുക്ക് ഒരു വർഷത്തെയാണ് എടുക്കുന്നത്, ഒരു മാസത്തെ അല്ല. അപ്പൊ ആ ഒരു വർഷം നമുക്ക് എത്ര റിട്ടേൺ വന്നിട്ടുണ്ടോ അതെല്ലാം കൂടെ കുറച്ച് കാണിക്കുക. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആ വർഷത്തിന്റെ അവസാനം എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ കാണിക്കുന്ന ഫാക്ടറിയിലാണ്. പിന്നെ അത് നമുക്കൊരു അസറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇതിന്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് മേ ബി എപ്പോഴും ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ലോസ് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ്? നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ ആയോ? അല്ലാതെ പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡ് എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡ് ഇൻകവും ആണ്. അപ്പൊ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് സെയിം ഇക്വേഷൻ തൊട്ട് ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ തന്നെയാണോ കാണിക്കുന്നത്? ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ. കാരണം നമുക്ക് പ്രൊപ്പറേറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതൊരു എക്സ്പെൻസ് അല്ലേ? പക്ഷെ കേൾക്കുന്നില്ല. ഇപ്പൊ നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു.
ആ ബിസിനസ്സിലേക്ക് നമ്മൾ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പൊ ആ വർഷം നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ യൂസിന് വേണ്ടി കുറച്ച് ക്യാഷ് എടുത്ത് ഉപയോഗിച്ചു. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. പക്ഷെ അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബാധ്യതയായിരുന്നു കൊടുക്കാനുള്ളത്. ക്യാപിറ്റൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്പറേറ്റർ കൊടുക്കാനുള്ള ബാധ്യതയാണ്. പക്ഷെ ഈ പ്രൊപ്പറേറ്റർ ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിന് അത്രയും ബാധ്യത കുറഞ്ഞു. അത്രയും കുറച്ചും കൊടുത്താൽ മതി പിന്നീട് ബിസിനസ്സിന് പ്രൊപ്പറേറ്റർക്ക്. മനസ്സിലായോ? വിഡ്രോ ചെയ്യുന്നതിനാണ് ശരി. വിഡ്രോ ചെയ്യുന്നത്, അതായത് പേഴ്സണൽ പർപ്പസിന് വേണ്ടി വിഡ്രോ ചെയ്യുകയാണ് പ്രൊപ്പറേറ്റർ ചെയ്യുന്നത്. അതാണ് ഡ്രോയിങ്സ്. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോണം, പേജ് നമ്പർ 50. അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രോബ്ലം അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് പഠിച്ചോണം, എക്സാമിന് ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തതാണ്, അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും. അത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളത്തെ എന്റെ ക്ലാസ്സിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും നെറ്റ് പ്രോഫിറ്റും കേട്ടോ. പേജ് നമ്പർ 50. ഇന്ന് ജസ്റ്റ് നോക്കിക്കോ, ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഇലിസ്ട്രേഷൻ 5 നോക്കിക്കോ. ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് എക്സ്ട്രാക്ടഡ് ഫ്രം ദി ബുക്സ് ഓഫ് ജാസ്മിൻ എന്റർപ്രൈസസ് ആസ് ഓൺ 31st March 2014. Prepare trading and profit and loss account from the information given in the trial balance for the year ending 31st March 2014. Also prepare the balance sheet as on that date. ഇങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി ഇതിലെ ഐറ്റംസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഈ നമുക്ക് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ ഇങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് അങ്ങനെയൊന്നല്ല. നമുക്ക് പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഐറ്റം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. സ്റ്റോക്ക് 1/4/2013 എന്തായിരിക്കും പറയാമോ? ഐറ്റം സ്റ്റോക്ക് 1/4. എന്ത് സ്റ്റോക്ക് അത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് എന്താ, 1/4/2013. ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് 1/4/2013 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. സോ നമ്മൾ അത് എവിടെ കാണിക്കും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ വരുന്നത് പർച്ചേസ് ആൻഡ് സെയിൽസ് എവിടെ വരും? പർച്ചേസ് ആൻഡ് സെയിൽസ് എവിടെ വരും എന്ന് പറയാമോ? പർച്ചേസ് സെയിൽസ്